എല്ലാവർക്കും നമസ്കാരം. PMMVയിൽ PDF ഫയൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ക്ലിയർ സ്കാനർ ഉപയോഗിച്ച് MB കുറച്ച് PDF ആക്കിയിട്ടുള്ള ഒരു ഫയൽ എങ്ങനെയാണ് PMMVയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ സാധാരണ PMMVy ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ്റെ ആ ഒരു ഫോം ഓപ്പൺ ചെയ്യുക. രജിസ്ട്രേഷൻ്റെ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ സാധാരണ ഫയൽ അപ്ലോഡ് ചെയ്യാൻ ചെയ്യുന്ന പോലെ തന്നെ ചൂസ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഫയൽസ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മിക്കവാറും ഇതേ രീതിയിൽ നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് PDF ഫയൽ ഫോട്ടോ രൂപത്തിലല്ല കാണാൻ സാധിക്കുക, ഡോക്യുമെൻ്റ് രൂപത്തിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്ന ആ ഒരു 3 വരകളിൽ ക്ലിക്ക് ചെയ്യുക. ചില ഫോണിൽ മാറ്റം ഉണ്ടാവും, ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് ഈ വരകളിൽ ചിലപ്പം വലതുവശത്തോ ഇടതുവശത്തോ ഒക്കെ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു 3 വരകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോൾഡറുകൾ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. ആ ഒരു ഫോൾഡറിൽ നമ്മൾ മുമ്പ് സേവ് ചെയ്തിട്ടുള്ള PDF ഫയലിൻ്റെ പേര് അതേ രീതിയിൽ കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് കണ്ടെത്തിയതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ചൂസ് ഫയൽ എന്നതിൻ്റെ നേരായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫയലിൻ്റെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ രീതിയിലാണ് PMMVയിൽ PDF ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു PDF ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുള്ളത്, നിങ്ങൾ ആ ഒരു ചൂസ് ഫയലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡർ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു PDF ഫയൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫയൽ മറ്റൊരു ഫോൾഡറിലാണ് സേവ് ആയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് ഫോൾഡറിലാണ് ആ ഒരു ഫയൽ സേവ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ക്ലിയർ സ്കാനറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ ക്ലിയർ സ്കാനറിൽ ആ ഒരു ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പേരൊക്കെ കൊടുക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് ഫോൾഡർ എന്നുള്ളൊരു ഭാഗം കാണും. സ്റ്റോറേജ് ഫോൾഡർ എന്നതിൻ്റെ താഴെ ഏത് പേരാണോ വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഡോക്യുമെൻറ്റ്സ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഒരു ഫോൾഡറിലാണ് സേവ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അഥവാ നിങ്ങളുടെ ഫോണിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിൻ്റെ പേരാണ്, ചിലപ്പോൾ ക്ലിയർ സ്കാനർ എന്നായിരിക്കും, അതല്ലെങ്കിൽ ഡൗൺലോഡ്സ് എന്നായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരാണ് കാണുന്നതെങ്കിൽ ആ ഒരു ഫോൾഡറിലാണ് ഇത് സേവ് ആയിട്ടുള്ളതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫയൽ സേവ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.